പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് കുരിശിൻ്റെ പുകഴ്ച എന്നറിയപ്പെടുന്ന തിരുനാളാണ്. സെപ്റ്റംബർ 14 തീയതി തിരുസഭ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ. ഈ തിരുനാളിൻ്റെ വിവിധ വശങ്ങൾ പഠന വിഷയമാക്കുന്നതിന് മുൻപേ ബൈബിളിൽ നിന്ന് ഞാനൊരു ഭാഗം വായിക്കട്ടെ. കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്രേ. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും, നിലവിലുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ദൈവ വചനമാണ് നാം കേട്ടത്. കുരിശിൻ്റെ ഭോഷത്വം എന്നാണ് വിശുദ്ധ പൗലോസ് വിശേഷിപ്പിക്കുന്നത്. കുരിശിൻ്റെ ഭോഷത്വത്തെക്കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് മുമ്പേ ഈ കുരിശിൻ്റെ പുകഴ്ച എന്ന തിരുനാളിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ആദ്യത്തെ 3 നൂറ്റാണ്ട് കാലം ക്രിസ്തീയ സഭ വലിയ മതപീഡനത്തിന് ഇരയായി തീർന്നിരുന്നു. പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യത്തിൽ. റോമിൽ വെച്ചാണ് പത്രോസും പൗലോസും കൊല്ലപ്പെട്ടത് മതപീഡനത്തിൻ്റെ ഭാഗമായി, നീറോയുടെ മതപീഡനകാലത്ത്. അതിനുശേഷം വന്ന റോമൻ ചക്രവർത്തിമാർ മിക്കവരും തന്നെ സഭയെ ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ പീഡിപ്പിക്കും തോറും കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സഭ. അങ്ങനെ AD 312 എന്ന വർഷമെത്തി. അന്ന് റോമിൽ വെച്ച് ഒരു വലിയ യുദ്ധം നടന്നു. രണ്ടുപേർ തമ്മിൽ റോമൻ്റെ അധികാരത്തിന് വേണ്ടി, കോൺസ്റ്റൻറ്റൈനും മക്സിയൻഷ്യസും. വടക്ക് നിന്ന് വന്ന കോൺസ്റ്റൻറ്റൈൻ റോമിൽ തന്നെ വാസമുറപ്പിച്ചിരുന്ന മക്സിയൻഷ്യസ്. നിർണായകമായ യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൻ്റെ തലേ രാത്രി സൈന്യാധിപനായ കോൺസ്റ്റൻറ്റൈൻ ആകുലനായിരുന്നു. തൻ്റെ സൈന്യത്തെക്കാൾ 3 ഇരട്ടി വലിയ സൈന്യത്തെ തോൽപ്പിക്കാൻ സാധിക്കുമോ അതോ താൻ പരാജയപ്പെടുമോ? ആകുലനായി അന്ന് രാത്രി അദ്ദേഹം കിടന്നപ്പോൾ ഉറക്കത്തിൽ ഒരു വലിയ സ്വപ്നമുണ്ടായി എന്നാണ് പറയുക. ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു കുരിശ് കണ്ടു. ആ കുരിശിന് ചുറ്റും എഴുതിയിരിക്കുന്ന പോലെ കണ്ടു, ലിഖിതമായിട്ട് ലത്തീൻ ഭാഷയിൽ ഇൻ ഹോക് സീഞ്ഞോ വിൻചെരീസ്, ഇൻ ഹോക് സീഞ്ഞോ വിൻചെരീസ്. ഈ അടയാളത്തിൽ നീ വിജയിക്കും. അർത്ഥം മുഴുവനായും മനസ്സിലായില്ലെങ്കിലും ഉറക്കം തെളിഞ്ഞ കോൺസ്റ്റൻറ്റൈൻ തൻ്റെ പടയാളികളോട് പറഞ്ഞു, ഓരോരുത്തരും താങ്കളുടെ പുറംകുപ്പായങ്ങളിൽ ഒരു കുരിശ് തുന്നി ചേർക്കണം. കുരിശ് യേശുവിൻ്റെ അടയാളമാണെന്ന് കോൺസ്റ്റൻറ്റൈൻ അറിയാമായിരുന്നു. റോമാ സാമ്രാജ്യത്തിൽ നശിപ്പിക്കാനായിട്ട്, ഉന്മൂലനം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു മതത്തിൻ്റെ അടയാളമായിരുന്നു കുരിശ്. ആ കുരിശ് തന്നെയാണ് എനിക്ക് സ്വർഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത്, ഈ അടയാളം കൊണ്ടാണ് ജയിക്കാൻ പോകുന്നത് എന്ന് കോൺസ്റ്റൻറ്റൈന് ഒരു ദർശനമുണ്ടായി. ആ ദർശനമനുസരിച്ച് കുരിശ് തുന്നിപ്പിടിപ്പിച്ചു. ആ കുരിശ് ഒരു അടയാളമായി സ്വീകരിച്ചു. ആ യുദ്ധത്തിൽ, നിർണായകമായ യുദ്ധത്തിൽ കോൺസ്റ്റൻറ്റൈൻ വിജയിച്ചു. അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന വിജയം അദ്ദേഹത്തിന് ലഭിച്ചു. അതോടുകൂടി കോൺസ്റ്റൻറ്റൈൻ്റെ ചിന്തയിൽ മാറ്റമുണ്ടായി. കോൺസ്റ്റൻറ്റൈൻ്റെ അമ്മ ഹെലന രാജ്ഞി അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യാനിയായി മാറിയിരുന്നു. 313 സുപ്രസിദ്ധമായ മിലാൻ ഈഡിക്റ്റ് ഉണ്ടായി. മിലാനിൽ വെച്ച് ക്രിസ്തീയ സഭയ്ക്ക്, ക്രിസ്ത്യാനികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കുക മാത്രമല്ല, ക്രിസ്തു സഭയെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക സഭയായി അംഗീകരിക്കുകയും ചെയ്തു. ക്രിസ്തു മതത്തെ റോമിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു കോൺസ്റ്റൻറ്റൈൻ. അതിനുശേഷം കോൺസ്റ്റൻറ്റൈൻ ചെയ്തത് ഈ ക്രിസ്തു മതത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഉറവിടങ്ങളിലേക്ക് പോയി.
കോൺസ്റ്റന്റൈൻ്റെ അമ്മ ഹെലേന രാജ്ഞി ജെറൂസലത്തേക്ക് തീർത്ഥാടകമായി പോയി. യേശു മരിച്ചതവിടെയാണ്. യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നതാണ് എന്ന് അവർക്കറിയാമായിരുന്നു. ആ കുരിശിൻ്റെ അടയാളത്തിലാണ് തൻ്റെ സൈന്യം വിജയിച്ചതെന്ന് കോൺസ്റ്റന്റൈനും അറിയാമായിരുന്നു. അതുകൊണ്ട് പറയുക, ഹെലേന രാജ്ഞി ജെറൂസലത്ത് ചെന്ന് കുരിശുദ്ധ കുരിശ് അന്വേഷിക്കുകയായി. യേശുവിനെ തറച്ച കുരിശ് എവിടെയാണുള്ളത്, എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് കേട്ടിരുന്നു. യേശുവിൻ്റെ ശവകുടീരത്തിൽ തന്നെ ആ കുരിശ് സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം ഒളിച്ചു വെച്ചിരിക്കുകയാണ്, എവിടെയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഏതായാലും അന്വേഷിച്ചു, അത് കണ്ടെത്തിയെന്ന് പറയുന്നു. 3 കുരിശുകളാണ് അത്രേ കണ്ടെത്തിയത് ശവകുടീരത്തിൽ നിന്ന്. ആ 3 കുരിശിൽ ഏതായിരിക്കും യേശുവിൻ്റെ കുരിശ് എന്ന് തീർച്ചയില്ല. അതുകൊണ്ട് ഒരു അടയാളം കാണാനായിട്ട് ശ്രമിച്ചു. ആദ്യത്തെ സംഭവിച്ചത്, ഒരു മരിച്ച ആളിൻ്റെ ശവം ഈ കുരിശിൽ സ്പർശിച്ചപ്പോൾ അയാൾ എഴുന്നേറ്റു എന്ന് പറയും. ആദ്യത്തെ രോഗശാന്തി, രണ്ടാമത്തേത് പുനരുത്ഥാനം. ഇപ്പോൾ 3 കുരിശുകളിൽ 3ാമത്തെ കുരിശ് യേശുവിൻ്റെ കുരിശാണെന്ന് ഈ അടയാളത്തിലൂടെ അവർക്ക് ബോധ്യമായി. അങ്ങനെ ആ കുരിശ് കണ്ടെത്തിയതിൻ്റെ ദിവസത്തെ കുരിശിൻ്റെ പുകഴ്ചയുടെ ദിവസമായി കണക്കാക്കുന്നുണ്ടെന്ന്. കുരിശ് കണ്ടെത്തിയ ദിവസം, യേശുവിൻ്റെ കുരിശ് കണ്ടെത്തിയത്. രണ്ടാമത്തെ അടയാളം, ഈ കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി യേശുവിൻ്റെ ശവകുടീരത്തിന് മുകളിൽ ഒരു ബസിലിക്ക പണിതു. ബസിലിക്ക എന്നത് രാജാവിൻ്റെതായ ആലയം എന്നാണ് അർത്ഥം. ബസിലിയോസ് രാജാവാണ്. ബസിലിക്ക രാജാവിൻ്റെ ചാപ്പൽ, വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ദേവാലയം. ഇപ്പോൾ യേശുവിൻ്റെ ശവകുടീരത്തിന് മുകളിൽ ഹെലേന രാജ്ഞിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ദേവാലയത്തിൻ്റെ കോൺസക്രേഷൻ, അതിൻ്റെ കൂദാശകർമ്മം നടന്നത് സെപ്റ്റംബർ 13, 14 തീയതികളിലാണ്. കുരിശ് കണ്ടെത്തിയത് AD 326, ഈ ബസിലിക്ക പണിതത് 336. AD 336, 13, 14 സെപ്റ്റംബർ 13, 14 തീയതികളിലായിരുന്നു ദേവാലയത്തിൻ്റെ കൂദാശകർമ്മം നടക്കുക. അതിൻ്റെ ഓർമ്മ ഇപ്പോൾ കുരിശ് കണ്ടെത്തിയതിൻ്റേത്, അതുപോലെ തന്നെ കുരിശിൻ്റെ ഈ ആലയം പ്രതിഷ്ഠിച്ചതിൻ്റെ വിശുദ്ധ കുരിശ് അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് പേർഷ്യൻ ചക്രവർത്തിയിൽ ആക്രമണമുണ്ടായി. പേർഷ്യക്കാർ ഈ കുരിശ് അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി. അതായത് ബലമായി പിടിച്ചു കൊണ്ടുപോയി. ബലമായി കൊണ്ടുപോയ കുരിശ് പേർഷ്യയിൽ കുറേ കാലത്തേക്ക് കഴിഞ്ഞു. അതിനുശേഷം ബിസാൻസിയം എന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന പട്ടണം, ബിസാൻസിയം, അവിടുത്തെ ഈ കിഴക്കൻ സാമ്രാജ്യത്തിൻ്റെ, സോമറ സാമ്രാജ്യത്തിൻ്റെ, ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഹെരാക്ലിയൂസ് ചക്രവർത്തി, അദ്ദേഹം ഭരിച്ചത് 610 മുതൽ 641 വരെയാണ്. 610, 641 വരെ ഉണ്ടായിരുന്ന ഹെരാക്ലിയസ് ചക്രവർത്തി, ബൈസന്റൈൻ ചക്രവർത്തി, പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി AD 629 ഈ കുരിശ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പറയാറുണ്ട്. കുരിശ് അദ്ദേഹം ചുമന്നുകൊണ്ടാണ് വന്നത്. കുരിശ് ചുമന്നുകൊണ്ട് വന്നത് രാജാവിൻ്റെ വേഷത്തിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കവാടത്തിലൂടെ കടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എത്ര ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോഴാണ് അരുളപ്പാടുണ്ടായത്, രാജകീയ വേഷഭൂഷാദികൾ അഴിച്ചു വയ്ക്കുക, നിൻ്റെ കിരീടവും നിൻ്റെ മേലങ്കിയും അഴിച്ചു മാറ്റിയിട്ട് സാധാരണക്കാരനെ പോലെ കടന്നു വരിക. അപ്പോൾ വിനയത്തോടുകൂടി കുരിശ് ചുമന്നുകൊണ്ട് അപ്പോൾ രാജാവിന് അകത്ത് പ്രവേശിക്കാൻ സാധിച്ചു അത്രേ. ഇങ്ങനെ കുരിശ് വീണ്ടെടുത്തതിൻ്റെ പേരിൽ വലിയൊരു ആഘോഷമുണ്ടായി. ഇങ്ങനെ 3 സംഭവങ്ങൾ ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ പിന്നിലുണ്ട്. കുരിശ് കണ്ടെത്തിയ ദിവസം, കുരിശിൻ്റെ നാമത്തിലുള്ള വിശുദ്ധ കല്ലറയുടെ മുകളിലുള്ള തിരുക്കല്ലറയുടെ മുകളിൽ സ്ഥാപിച്ച ദേവാലയത്തിൻ്റെ ഉദാശകർമ്മം, 3ാമത്തേത് കുരിശ് തിരിച്ചെടുത്ത് ആഘോഷമായി പുനഃപ്രതിഷ്ഠിച്ചതിൻ്റെ. ഇതാണ് കുരിശിൻ്റെ പുകഴ്ചയുടെ ചരിത്രമായിട്ട് എടുത്ത് കാണിക്കുക. പക്ഷേ ഈ ചരിത്രത്തെക്കാൾ പ്രധാനം കുരിശാണ്, അഥവാ ക്രൂശിതനാണ്. കുരിശിൻ്റെ പ്രാധാന്യം എന്നും ക്രിസ്ത്യാനികൾക്ക് വ്യക്തമാണ്. പക്ഷേ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും മനസ്സിലാക്കാനും സ്വീകരിക്കാനും ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ക്രിസ്തീയ വിശ്വാസം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് തോന്നുന്നു. ഏതൊരു നേതാവാണ് ഇപ്രകാരം കുരിശിൽ തറയ്ക്കപ്പെട്ടതിനെ നേതാവായി സ്വീകരിക്കുക? ഏത് ജനമാണ്? വിജയിച്ചവരല്ലേ എല്ലാവർക്കും നോക്കുക. യുദ്ധത്തിൽ ജയിക്കുന്നവൻ, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവൻ, സാമ്രാജ്യം സ്ഥാപിക്കുന്നവൻ, പടവെട്ടി പിടിക്കുന്നവൻ, അലക്സാണ്ടറിനെ പോലെ, അല്ലെങ്കിൽ ജൂലിയസ് സീസറിനെ പോലെ, നെപ്പോളിയനെ പോലെ, ഇങ്ങനെ വലിയ ശക്തിയുള്ളവരെയല്ലേ നമ്മൾ അന്വേഷിക്കുക. പക്ഷേ ഈ നേരെ മറിച്ചാണ് ഇവിടെ ക്രിസ്ത്യാനികളുടെ പ്രശ്നം. യേശു കുരിശിൽ മരിച്ചു, ഈ കുരിശിൽ മരിച്ചവനാണ് രക്ഷകനെന്ന് എങ്ങനെ പ്രഘോഷിക്കാൻ സാധിക്കും? പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യം കലാപകാരി എന്ന് കണ്ട് മുദ്ര കുത്തി അങ്ങനെ ഒരു ഫലകവും എഴുതി വെച്ചല്ലോ കുരിശിൻ്റെ മുകളിൽ. നസ്രായനായ യേശു, യഹൂദ രാജാവ്, ജീസസ് ഓഫ് നാസറത്ത്, കിങ് ഓഫ് ദ ജ്യൂസ്, യേസൂസ് നസറേനൂസ് റെക്സ് യൂദയോരും, അങ്ങനെ ഒരു കുറ്റപത്രം എഴുതി വധിച്ചവനെ എങ്ങനെ രക്ഷകനായി സ്വീകരിക്കാൻ സാധിക്കും? അതുകൊണ്ട് കുരിശ് തള്ളിപ്പറയുക എന്നുള്ളതായിരുന്നു ഒരു സാധ്യത. പക്ഷേ അതിന് തയ്യാറായില്ല. ഈ കുരിശ് പരിഹാസത്തിൻ്റെ അടയാളമാണ്, അത് രക്ഷയുടെ അടയാളമായി മാറ്റി. നമുക്കറിയാം, കുരിശ് മരണം അല്ലെങ്കിൽ കുരിശ് ഒരു പീഡന ഉപകരണമായി കണ്ടുപിടിച്ച് പേർഷ്യക്കാരാണെന്നാണ് പറയുക. ഏറ്റവും അവഹേളനവും ഏറ്റവും കൂടുതൽ വേദനയും നിന്ദനവും ഉണ്ടാക്കുന്നതാണ് കുരിശ്. മനുഷ്യമധ്യത്തിൽ, ജനങ്ങൾമധ്യത്തിൽ നഗ്നനായി കുരിശിൽ കൊല്ലപ്പെടുക, ഇതിനേക്കാളും വലിയ അവഹേളനമില്ല, ഇതിനേക്കാളും വലിയ പീഡനമില്ല.
ഇതിനേക്കാളും വലിയ വേദനയുമില്ല. നിസ്സഹായനായി കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന വ്യക്തി, ആ വ്യക്തി സാധാരണഗതിയിൽ റോമക്കാരെ എടുത്ത് 2 കുറ്റങ്ങൾക്കായിരുന്നു കുരിശുമരണം നൽകിയിരുന്നത്. 1 ഒളിച്ചോടുന്ന അടിമകൾക്ക്, 2 അതിനേക്കാൾ കൂടുതൽ കലാപകാരികൾക്ക്. റോമാ സാമ്രാജ്യത്തിനെതിരെ കലാപമുയർത്തുന്നവർക്കുള്ള ശിക്ഷയായിരുന്നു ഈ കുരിശ്. പരിഹാസത്തിൻ്റെ അടയാളം, പരാജയത്തിൻ്റെ അടയാളം. ഈ അടയാളമാണ് യേശു സ്വീകരിച്ചത്. ഈ അടയാളമാണ് ദൈവം സ്വീകരിക്കുക. അപ്പോൾ ദൈവം മനുഷ്യനായിട്ട് അവതരിക്കുമ്പോൾ മഹത്വത്തിൻ്റെ മേലങ്കി മാറ്റിവെച്ചിട്ടാണ് കടന്നു വരുന്നത്. നമ്മൾ കണ്ടു. ദൈവത്തോടുള്ള സമാനത വെച്ച് പുലർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവത്കരിച്ചു, ദാസൻ്റെ രൂപം സ്വീകരിച്ചു, മനുഷ്യൻ്റെ ആകൃതിയിലായി തീർന്നു, അവസാനം ഏറ്റവും ഹീനമായ മരണവും സ്വീകരിച്ചു. അങ്ങനെ ഏറ്റവും പാവപ്പെട്ടവരോടുകൂടി, പരിത്യക്തരോടുകൂടി ഒന്നായി തീരുന്ന ദൈവത്തിൻ്റെ ആ വലിയ താതാത്മ്യീകരണത്തിന് താഴ്ന്നിറങ്ങി വരുന്ന ആ വലിയ മഹത്വത്തിൻ്റെ പ്രകടനമാണ് കുരിശ്. അതുകൊണ്ടാണ് കുരിശ് ദൈവമഹത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണെന്ന് പറയുക. തൻ്റെ ഏകജാതനെ നൽകാൻ മാത്രം അത്രയേറെ. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പഠിപ്പിച്ച യേശുവാണ് സ്നേഹിതർക്ക് വേണ്ടി കുരിശിൽ ജീവൻ ത്യജിച്ചുകൊണ്ട് മരിക്കുക. അപ്പോൾ വിട്ടുകൊടുക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ കഥയുണ്ട് പറയുക. പിടിച്ചെടുക്കുകയല്ല, അടക്കി ഭരിക്കുകയല്ല, വിട്ടുകൊടുക്കുകയാണ്. വാളെടുത്ത് പടപൊരുതി ജയിക്കുന്നതല്ല, സ്വയം ദാനം ചെയ്ത് ജീവൻ സമർപ്പിച്ചുകൊണ്ട് വിജയം വരിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ചിത്രമാണ് ദൈവം നമുക്ക് പഠിപ്പിച്ചു തന്നത്. സ്നേഹത്തിലൂടെയാണ് ജീവൻ ഉണ്ടാവുക. അപ്പോൾ സമൃദ്ധമായിട്ടുണ്ടാകാൻ വേണ്ടി നല്ല ഇടയനെക്കുറിച്ച് പറയും. ഞാൻ വന്നിരിക്കുന്നവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇപ്രകാരം ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചതിൻ്റെ ഒരു അടയാളമാണ് ഈ കുരിശ്. ഈ കുരിശിനെക്കുറിച്ച് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പൗലോസ് പറയും. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ ഞാൻ യേശുവിനെക്കുറിച്ചല്ലാതെ, അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ അധ്യായത്തിലാണ്, 2-ാം വാക്യം. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതനായവനെയാണ് പ്രഘോഷിക്കുക. കുരിശ് വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്, അതേസമയം കുരിശ് വലിയ പരാജയത്തിൻ്റെ അടയാളമാണ് ബാഹ്യമായി നോക്കുമ്പോൾ. ഇപ്പോൾ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയും, വിജാതീയർ ജ്ഞാനം അന്വേഷിക്കുന്നു, യഹൂദർ അടയാളങ്ങൾ അന്വേഷിക്കുന്നു. വലിയ അത്ഭുതം. യേശുവിനോട് പറഞ്ഞില്ലേ, നീ എന്ത് അത്ഭുതമാണ് ചെയ്യുക? പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന കൊടുത്തു, നീ എന്ത് അടയാളം ഞങ്ങൾക്ക് തരും? സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിച്ചു പറഞ്ഞു, താഴേക്ക് ചാടൂ, ദേവാലയ ഗോപുരത്തിൽ താഴേക്ക് ചാടൂ, മറ്റാരും ചെയ്തിട്ടില്ലാത്ത വലിയൊരു അത്ഭുതം. അപ്പോൾ ജനങ്ങൾ നിങ്ങൾ വിശ്വസിക്കും. അടയാളങ്ങളാണ് കാണുക, അത്ഭുതങ്ങൾ. പക്ഷേ ഇവിടെ യേശുക്രിസ്തു നൽകുന്ന, യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്നത് അടയാളവും അത്ഭുതവും ഒന്നു മാത്രമാണ്. സ്വയം ത്യജിക്കുന്ന, വിട്ടുകൊടുക്കുന്ന, ഏറ്റവും താഴേക്കിടയിലേക്ക് താഴ്ന്നിറങ്ങി വരുന്ന ആത്മദാനത്തിൻ്റെ അടയാളം. ഈ ആത്മദാനത്തിലൂടെ മാത്രമേ ജീവൻ ഉണ്ടാകൂ എന്ന് ഓർക്കുക. വാളെടുത്താർക്കും ജീവൻ നിലനിർത്താനാവില്ല. കഴുത്തറക്കുന്നവൻ ജീവൻ നൽകുന്നില്ല, സ്വയം നൽകുന്നവനാണ്. മാതാവ് കുഞ്ഞിന് ആഹാരമായി തീരുന്നത് അതിനെ അടിച്ചൊതുക്കിക്കൊണ്ടല്ല, സ്വയം ദാനമായി നൽകിക്കൊണ്ടാണ്. ദാനമായി നൽകുന്നതിലൂടെയാണ് ജീവൻ നിലനിൽക്കുക. ഇങ്ങനെ സ്വന്തം ജീവൻ ദാനമായി നൽകിയതിൻ്റെ വലിയൊരു അടയാളമായി മാറുന്നു കുരിശ്. കുരിശിനെക്കുറിച്ച് പറയുമ്പോൾ പല വിശദീകരണങ്ങൾ കൊടുക്കാറുണ്ട്. എന്താണ് വാസ്തവത്തിൽ യേശുവിനെ കുരിശിൽ തറയ്ക്കാൻ കാരണമായത്? നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു പ്രഹേളികയായിട്ട് തോന്നും. ബാഹ്യമായിട്ട് നോക്കുമ്പോൾ ഏറെ കാരണങ്ങളുണ്ട്. യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലാൻ കൽപ്പനയിട്ടത് ഒരു റോമൻ ഗവർണറാണ്, പീലാത്തോസ്. യേശുവിൻ്റെ ആരാച്ചാരായി വർത്തിച്ചത് ഒരു റോമൻ ശതാധിപനാണ്. യേശുവിന് നൽകിയത് റോമക്കാരുടെ തന്നെ ആയ ശിക്ഷാവിധിയാണ്, കുരിശുമരണം. ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, കുരിശുമരണം 2 കൂട്ടർക്കാണ് കൊടുക്കുക. ഒന്നുകിൽ ഒളിച്ചോടുന്ന അടിമകൾക്ക്. യേശു ഒരിക്കലും അടിമയായിരുന്നില്ല, ഒളിച്ചോടിയിട്ടുമില്ല. പിന്നെയുള്ളത് കലാപകാരികൾക്കാണ്. കൃത്യമായിട്ടും അതാണ് യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ വെച്ച ചിത്രം. പക്ഷേ യേശു ഒരു കലാപകാരിയായിരുന്നോ? അല്ല എന്ന് കൃത്യമായിട്ടും പറയാം. യേശു ഒരു കലാപവും നയിച്ചില്ല. വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്നാണ് പറയുക. യേശു പറഞ്ഞു, വാളിടതിൻ്റെ ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ഒരു തടിക്കുന്നവൻ മറുതിയോട് കൂടി കാണിച്ചു കൊടുക്കുക. അതാണ് യേശു പഠിപ്പിച്ചത്. ശത്രുവിനോട് ക്ഷമിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, ശപിക്കരുത്, അനുഗ്രഹിക്കുക. ഇപ്രകാരം എല്ലാവരെയും സ്നേഹിക്കാൻ തയ്യാറാവുന്ന ഒരു മനുഷ്യനെ എങ്ങനെ കലാപകാരിയായി കാണാൻ സാധിക്കും? യേശു ഒരു കലാപവും ആഹ്വാനം ചെയ്തില്ല. പക്ഷേ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ അല്പം കൂടി അടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യേശു വിഭാവനം ചെയ്തതും യേശു ആഹ്വാനം ചെയ്തതും സാധാരണ മനുഷ്യന് വിഭാവനം ചെയ്യുന്നതിനേക്കാളും വലിയ ഒരു കലാപമാണ്, അഥവാ വലിയൊരു അട്ടിമറിയാണ്. അടിയിൽ നിന്ന്, അകമയിൽ നിന്ന് സകലമൂലം തകർക്കുന്ന ഒരു ചിന്താഗതിയാണ്. സ്നേഹം ശത്രുതയേക്കാൾ, വിദ്വേഷത്തെക്കാൾ ശക്തമാണ്. ജീവൻ മരണത്തെക്കാൾ ശക്തമാണ്. യേശു നൽകുന്ന ജീവൻ അതെങ്ങനെയാണ് ഉണ്ടാവുക? ഈ ജീവൻ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ആ സ്നേഹം എല്ലാവരെയും സ്വീകരിക്കുന്നതാവണം. യേശു പഠിപ്പിച്ചതിനെ നോക്കൂ. ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ ദ്വേഷിക്കുന്നവനെ അനുഗ്രഹിക്കുക,
പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, അവന് പ്രാർത്ഥിക്കുക. വാളെടുക്കാതിരിക്കുക, ഒരടിച്ച് കെട്ടി തടിക്കുന്ന മറുചിയോട് കൂടി കാണിച്ചു കൊടുക്കുക. ഇപ്രകാരം ഒരു മനോഭാവം നിലനിന്നാൽ എവിടെ ഉണ്ടാകും ഒരു സാമ്രാജ്യം? വാളെടുക്കുന്നവൻ വാളുറയിലിട്ടാൽ പിന്നെ എങ്ങനെ യുദ്ധമുണ്ടാകും? പടയാളികളെല്ലാം വാളുറയിലിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ യുദ്ധം ജയിക്കാൻ സാധിക്കും? ശത്രുക്കളെ സ്നേഹിക്കാൻ പോയാൽ പിന്നെ എവിടെ ആധിപത്യമുണ്ടാകും? മനുഷ്യരെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണെന്ന് അംഗീകരിച്ചാൽ പിന്നെ എവിടെ സാമ്രാജ്യം നിലനിൽക്കാൻ സാധിക്കും? ഈ വലിയ മാനവ സാഹോദര്യത്തിൻ്റെ സന്ദേശം വലിയൊരു വിപ്ലവത്തിൻ്റെ ആഹ്വാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുണ്ടാകുന്ന വലിയൊരു പരിവർത്തനം. അവരനെ ശത്രുവായി കാണാതെ, അവരനെ എൻ്റെ നരകമായി കാണാതെ, അവരനെ എൻ്റെ സഹോദരനായി കാണുന്ന, സഹോദരന് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധമാകുന്ന വലിയ സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ത്യാഗത്തിൻ്റെ അടയാളം. ഇതാണ് യേശു കൊണ്ടുവന്ന വിപ്ലവം. പീലാത്തോസിന് ഈ വിപ്ലവത്തെ അടിച്ചമർത്താൻ സാധിക്കുമായിരുന്നില്ല. പീലാത്തോസിൻ്റെ കുരിശിനെന്നല്ല റോമിൻ്റെ സകല അധികാരത്തിനും ഈ സ്നേഹ വിപ്ലവത്തെ അടിച്ചൊതുക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് 300 വർഷം കഴിഞ്ഞപ്പോൾ ഈ വിപ്ലവം വലിയ ഒരു സമൂല പരിവർത്തനത്തിന് കാരണമായി തീർന്നത്. ഏതൊരു ചിന്താഗതിയെ അടിച്ചമർത്താനായിട്ട് ഒതുക്കാനായിട്ട് ശ്രമിച്ചുവോ ആ മതം തന്നെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി സ്വീകരിക്കാനോ നിർബന്ധിതരായി. അപ്പോൾ യേശു കൊണ്ടുവന്നത് ഒരു സാധാരണ കലാപമായിരുന്നില്ല, വലിയ ഒരു അട്ടിമറിയായിരുന്നു, സമൂലമായൊരു പരിവർത്തനം, എ റാഡിക്കൽ ചേഞ്ച്, എ ടോട്ടൽ റെവല്യൂഷൻ. അപ്പോൾ സമൂഹത്തിൽ തന്നെ മതാത്മകമായ തലത്തിലും ഇതുണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം അവർക്ക് തീർച്ചയായിട്ടും ന്യായീകരിക്കാൻ സാധിക്കും. ഈ വ്യക്തി ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്രാജ്യമില്ലാണ്ടാകും. രണ്ടാമത്തേത് മതാത്മകമാണ്. മതാത്മകമായ കോടതിയിലാണ് യേശുവിനെ ആദ്യമേ വിചാരണ ചെയ്ത് നമുക്കറിയാം. യേശു ദൈവത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്, ദൈവത്തെ പിതാവാണെന്ന്. ദൈവത്തെയും പിതാവിനെയും കുറിച്ച് പറയുമ്പോൾ ആർക്കും എതിർക്കാനാവില്ല. പക്ഷേ യേശു അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, യേശു ചെയ്ത ചില പ്രവൃത്തികളുണ്ട്. ദൈവത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്നതാണ് പാപം മോചിക്കുക. തളർവാതിരിയോട് പറയും, നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, എണീറ്റ് പോവുക. പാപിനിയായ സ്ത്രീയോട് പറഞ്ഞ് നിരവധിയായ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ആർക്ക് സാധിക്കും പാപം മോചിക്കാൻ? അവർ തന്നെ ചോദിച്ചു. ദൈവത്തിന് മാത്രം ഉള്ള അധികാരം പ്രയോഗിക്കുന്നവൻ ആരാണ്? ദൈവത്തിൻ്റെ അധികാരം പ്രയോഗിക്കുന്നു. അവസാനം വിചാരണ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണോ? ദൈവനാമത്തിൽ ആണയിട്ട് ചോദിക്കുകയാണ്. പ്രധാന പുരോഹിതൻ ഔദ്യോഗികമായ വിചാരണയുടെ വേളയിൽ സാൻഹദ്രിൻ സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ചോദിക്കുന്ന ഔദ്യോഗിക ചോദ്യം, നീയാണോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു? അതെ എന്ന് നിസ്സംശയം യേശു പറയുകയായി. അപ്പോഴും ഇങ്ങനെ രണ്ടു ദൈവമോ? യേശുവിൻ്റെ ദൈവത്വം യേശു നിസ്സംശയം പ്രഖ്യാപിക്കുമ്പോൾ പ്രധാന പുരോഹിതൻ്റെ വസ്ത്രം വലിച്ചു കീറിക്കൊണ്ട് അതൊരു വലിയ ദൈവദൂഷണമായി പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ യേശുവിനെ ഏറ്റവും വലിയ ദൈവദൂഷകനായിട്ടാണ് അവർ കാണുക. ഒരു ഭാഗത്തു നിന്ന് സമൂഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിത്തറമാകുന്ന കലാപകാരിയായി കാണുന്നെങ്കിൽ മറുഭാഗത്തു നിന്ന് യഹൂദ മതവിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി അവതരിക്കുന്നു. ഇപ്പോൾ രണ്ടു ഭാഗത്തും സ്വീകരിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കടന്നു വരുന്ന സ്നേഹവും തിരസ്കരിക്കുന്ന മനുഷ്യൻ്റെ ഈ സ്വാർത്ഥതയും കുരിശ് നിർമ്മിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കുരിശല്ലാതെ വേറൊരു പോംവഴി ഉണ്ടാവുകയില്ല. മറുഭാഗത്തു നിന്ന് ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ അടയാളവുമാണ്. മനുഷ്യൻ തിരസ്കരിക്കുന്ന സ്നേഹം, ദൈവം താഴ്ന്നിറങ്ങി കൊടുക്കുന്ന സ്നേഹം. കുരിശ് ഒരു അനിവാര്യതയായിരുന്നു. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ തിരസ്കരിക്കപ്പെടുക സ്വാഭാവികമാണ്. കാരണം മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല ഈ ദൈവത്തിൻ്റെ അവതാരം. പ്രവാചകന്മാരെ സ്വീകരിക്കാൻ ദൈവം മനുഷ്യൻ തയ്യാറാണ്. ഇന്നും ഏതാണ്ട് 100 കോടിയിലധികം മുസൽമാന്മാർ, ഇസ്ലാം വിശ്വാസമുള്ളവർ യേശുവിനെ പ്രവാചകനായി സ്വീകരിക്കും. പക്ഷേ യേശുവിനെ ദൈവതുല്യനായ ദൈവത്തിൻ്റെ പുത്രനായി സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ക്രിസ്ത്യാനികളും ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കും. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനെയും ദൈവമായി കാണുന്നു. കാരണം അതിന് തെളിവുകളുണ്ട്. യഹൂദർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല, മുസ്ലിമുകൾക്ക് സാധിക്കുക, തീവ്രമായ ഏകദൈവ വിശ്വാസികൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുമുണ്ട്. ക്രിസ്ത്യാനികളും ഏകദൈവ വിശ്വാസികൾ തന്നെയാണ്. ഒരേ ഒരു ദൈവം. പക്ഷേ ആ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണെന്നും ആ ദൈവം സ്വയം വെളിപ്പെടുത്തിയത് ഈ കുരിശിൽ മരിക്കുന്ന സ്നേഹത്തിലൂടെയാണെന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കും. ഇപ്പോഴേ കുരിശിൻ്റെ പുകഴ്ച എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പുകഴ്ചയാണ്. അതേതെങ്കിലും ഒരു വസ്തുവോ ഉപകരണമല്ല. കുരിശല്ല പ്രധാനം, ക്രൂശിതനാണ്. ക്രൂശിതനില്ലാത്ത കുരിശിന് അർത്ഥമില്ല. ഈ കുരിശൊരു അടയാളമാണ്, ദൈവത്തിൻ്റെ സ്വയം ദാനം ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളം. ഇപ്രകാരം ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ നമ്മളും പരസ്പരം സ്നേഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ കുരിശിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ദൈവശാസ്ത്രപരമായിട്ട് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, അറിയാവുന്ന കാര്യങ്ങളാണ്. കുരിശ് യേശുവിൻ്റെ ബലിയാണ്. ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് ബലിയായി നൽകുകയാണ്. അബ്രാഹത്തോട് പറഞ്ഞു, നിൻ്റെ ഏകജാതനെ ബലിയായി നൽകണം. പക്ഷേ അവസാന നിമിഷം ദൈവം സ്വീകരിച്ചു. അബ്രാഹത്തിൻ്റെ വിശ്വാസം, അനുസരണം,
മകനെ ബലിയർപ്പിക്കേണ്ടി വന്നില്ല, പകരം ഒരു ആട്ടിൻകുട്ടിയെ നൽകി. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ഏകപുത്രന് പകരമായി വെക്കാൻ ഒരു ആട്ടിൻകുട്ടിയില്ല. ഒരാടിൻ്റെ രക്തവും മനുഷ്യൻ്റെ പാപം പൂർണ്ണമായി മോചിക്കുകയില്ല. ഒരാടിനെ കൊല്ലുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണമായി തെളിയുകയില്ല. ദൈവം എന്തുമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമാകുന്നത് യേശുവിൻ്റെ കുരിശിലൂടെയാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയടിക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല. അപ്പോൾ ഏറ്റവും ആഴമേറിയ സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ബലിയുടെ അടയാളമാണ്. ഈ സ്നേഹമാണ് നമ്മൾ ഇന്ന് പാപം എടുത്തു മാറ്റുക. സ്നേഹത്തിൻ്റെ തിരസ്കരണമാണ് പാപം. സ്നേഹിക്കാൻ വിസമ്മതിക്കലാണ്, സ്നേഹിക്കപ്പെടാൻ വിസമ്മതിക്കലാണ്. അതാണ് പാപം. ആ പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായ സ്നേഹമുണ്ടാകണം. ആത്മദാനത്തിലൂടെ പ്രകടമാകുന്ന സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ദാനമാണ്, ആ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ആ ക്രൂശിതനെയാണ് നമ്മൾ പുകഴ്ത്തുക. ആ കുരിശിലൂടെ നമുക്ക് രക്ഷ കിട്ടുന്നു. കുരിശ് രക്ഷയുടെ ഉപകരണമായി മാറുന്നു. പരിഹാസത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഉപകരണമായിരുന്ന കുരിശ് രക്ഷയുടെ ഉപകരണമായി മാറി. പക്ഷേ അതോടുകൂടി മറ്റൊന്നുകൂടി സംഭവിച്ചു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ വിശ്വാസത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി സ്വീകരിച്ചപ്പോൾ കുരിശ് ഒരു രാജകീയ അടയാളമായി മാറി. ഈ അടയാളത്തിൽ നീ വിജയിക്കും എന്ന് കണ്ട കുരിശ് ഒരു യുദ്ധ ഉപകരണമായി മാറുകയായി. രാജാവിൻ്റെ സിംഹാസനത്തിന് മുകളിലും രാജാവിൻ്റെ കിരീടത്തിൻ്റെയും ചെങ്കോടിൻ്റെയും മുകളിലും കുരിശ് സ്ഥാപിച്ചു. കുരിശ് സാവകാശം ഒരു അലങ്കാര വസ്തുവായി മാറി. അത് കഴുത്തിൽ തൂക്കാം, അത് ദേവാലയത്തിൻ്റെയും വീടിൻ്റെയും ഒക്കെ മുകളിൽ സ്ഥാപിക്കാം. പക്ഷേ ഈ കുരിശ് പ്രതിനിധാനം ചെയ്യുന്ന ക്രൂശിതൻ്റെതായ സ്നേഹം എങ്ങനെയോ അവഗണിക്കപ്പെട്ടു പോയി. ക്രൂശിതനെ മറന്നുകൊണ്ടുള്ള കുരിശ് അലങ്കാര വസ്തുവായി മാറും. പീഡനത്തിൻ്റെ ഉപകരണമായിരുന്നു ഇപ്പോൾ അലങ്കാരമായി മാറി. പക്ഷേ അർത്ഥമില്ലാതായിത്തീരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും കുരിശ് യുദ്ധങ്ങൾ തന്നെ ഉണ്ടാവുക. കുരിശിനെ ഒരു അലങ്കാര വസ്തുവാക്കി മാറ്റാനാവില്ല. ക്രൂശിതനെ ഇല്ലാതെ കുരിശുണ്ടാവില്ല. നമുക്ക് പലതരത്തിലുള്ള കുരിശുകളുണ്ടാവും, പല ഷേപ്പിൽ ഉള്ള കുരിശുകളുണ്ട്, പലതിനും പല പേരുകൾ കൊടുക്കാറുണ്ട്. ഏത് കുരിശാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട്. ഇതൊക്കെ അർത്ഥശൂന്യമായ ചർച്ചകളാണ്. കുരിശിൻ്റെ ഷേപ്പല്ല പ്രധാനം. ഏത് രൂപത്തിലാവട്ടെ, വെറും ടീ പോലുള്ള കുരിശുണ്ട്, താവ് കുരിശ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ താവ് ടീ പോലെയാണ്. അല്ലെങ്കിൽ സാധാരണ കാണുന്ന കുരിശുണ്ട്, പല രീതിയിലുള്ള കുരിശുണ്ടാവും. അടയാളം രൂപം ഏതുമാകട്ടെ, അതിൽ സ്വയം ബലിയർപ്പിച്ച ക്രൂശിതനാണ് നമ്മുടെ ശക്തി കേന്ദ്രം. ഇപ്പോൾ കുരിശിൻ്റെ പുകഴ്ച ക്രൂശിതൻ്റെ പുകഴ്ചയാണ്. ക്രൂശിതൻ്റെ പുകഴ്ച സ്നേഹത്തിൻ്റെ പുകഴ്ചയാണ്. ഇപ്പോൾ ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വയം ദാനം ചെയ്യുന്ന, സ്നേഹിതന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ സന്നദ്ധമാകുന്ന ആ ഒരു വലിയ സ്നേഹത്തിലേക്ക് നമ്മളെ നയിക്കണം. ഇപ്പോൾ കുരിശ് യുദ്ധത്തിൻ്റെ ഉപകരണമല്ല, കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഇപ്രകാരം നമുക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കുകയും ആ ചെയ്ത യേശുവിൻ്റെ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമായി മാറുന്നു. ആ ക്രൂശിതൻ നമുക്ക് രക്ഷയായി മാറുന്നു. അവനിലൂടെയാണ് നമുക്ക് രക്ഷ. അതുകൊണ്ടാണ് പൗലോസ് പറയുക, നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ യേശുവിനെക്കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ക്രൂശിതനാണ് നമ്മുടെ രക്ഷാകേന്ദ്രം. അത് ആത്മത്യാഗത്തിൻ്റെ അടയാളമാണ്. ഇപ്രകാരം ഒരു ത്യാഗത്തിലേക്ക്, സ്നേഹത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന യേശുവിൻ്റെ അടുക്കൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി. സ്നേഹനിധിയായ ദൈവമേ, പരിഹാസത്തിൻ്റെയും വലിയ പീഡനത്തിൻ്റെയും ഉപകരണമായിരുന്ന കുരിശിനെ അവിടുത്തെ തിരുപുത്രൻ്റെ മരണത്തിലൂടെ ഞങ്ങളുടെ രക്ഷയുടെയും പ്രതീക്ഷയുടെയും ഉപകരണമാക്കി മാറ്റിയ ആ വലിയ അനന്തമായ സ്നേഹത്തിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് ജീവൻ സമർത്ഥമായി ഉണ്ടാകുന്നതിന് വേണ്ടി അവിടുന്ന് കുരിശിലെ ജീവൻ സമർപ്പിച്ച ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ക്രൂശിതനായ ക്രിസ്തുവിനെ ജീവനിലേക്ക് ഉയർപ്പിച്ച ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങൾ ക്രൂശിതനെ പുകഴ്ത്താനും ആ ക്രൂശിതൻ നൽകുന്ന മാതൃകയനുസരിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നവരെ അവരെ സ്നേഹിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.